ഏവർക്കും ഗുരുധർമ്മ പഠനത്തിലേക്ക് ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ 28ാമത് ദിവസത്തെ പരിപാടിയിലേക്ക് ഇന്നലെ നാം സ്വാഗതം ചെയ്തു. നിങ്ങളെല്ലാം വളരെ സന്തോഷപൂർവ്വം 28 ദിവസങ്ങളായി ഇന്നലെ വരെ എത്തിച്ചേർന്നു. ഇന്ന് 29ാമത്തെ ദിവസം നമുക്ക് നാരായണ ധർമ്മ പഠനത്തിലെ അഷ്ടമസർഗം ചർച്ച ചെയ്യാം. എന്താണ് അഷ്ടമസർഗത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്? അഷ്ടമസർഗത്തിൽ ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്താണ് എന്ന് പഠിക്കുവാനുള്ള ഒരു മനസ്സുമായി എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് അഷ്ടമസർഗത്തിലെ പഞ്ചമഹായജ്ഞത്തിലേക്ക് കടന്നു പോകാം. എന്ന് പറയുന്ന ഭാഗം നന്നായി ശ്രദ്ധിക്കണേ. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ചും ചെറിയ പ്രായക്കാർക്കെല്ലാം ഭാവിയിൽ മംഗളകരമായ ഒരു ജീവിതം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇവിടെ നാരായണ ധർമ്മ പഠനം നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഈ ഗുരുകുലത്തിൻ്റെ ഗുരുധർമ്മ പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള ഈ വർത്തമാനത്തിൽ അതിൻ്റെ ആചാര്യനായിരിക്കുന്ന എനിക്ക് വലിയ സന്തോഷപൂർവ്വം പഞ്ചമഹായജ്ഞം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഭഗവാനെ വാഴ്ത്താം. എങ്ങനെ? പഞ്ചമഹായജ്ഞത്തിലൂടെ. പഞ്ചമഹായജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എണ്ണമാണ്. ഒന്ന് കുറിച്ചെടുത്തോളൂ. 1 ബ്രഹ്മയജ്ഞം, 2 പിതൃയജ്ഞം, 3 ദേവയജ്ഞം, 4 ഭൂതയജ്ഞം, 5 മാനുഷയജ്ഞം. ഇങ്ങനെ യജ്ഞങ്ങൾ 5 വിധം. എഴുതിയോ? എഴുതിയാലേ ഇതിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് 5 എഴുതിയെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ ബ്രഹ്മയജ്ഞം എന്താണെന്ന് വിശദീകരിക്കണം. ഗുരുസ്വാമികൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടല്ലോ. എനിക്കറിയാം, 1 മണിക്കൂർ നേരത്തെ നമ്മുടെ ഈ പഠന പരിപാടിയിൽ വളരെ ശ്രദ്ധയോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. നാരായണ ഗുരുവിൻ്റെ ഈ കാര്യങ്ങൾ പഠിക്കാൻ ഈ കർക്കിടകം 29-ാം തീയതി 29ാമത്തെ ദിവസം വളരെ താല്പര്യപൂർവ്വം നിങ്ങൾ എത്തിയല്ലോ. സന്തോഷം, വളരെ സന്തോഷം. നാരായണ ഗുരുസ്വാമികൾ പറയണോ, ബ്രഹ്മയജ്ഞോ ജപ പാഠപാഠനം നിത്യസംചിത പിതൃണാം തർപ്പണം ദൈവഹോരോ ദേവപ്രസാദനം. അതാ 1. അടുത്തതെന്താ? 2 കൂടെ പറഞ്ഞിട്ട് ഒരുമിച്ച് നമുക്കതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാം. ഭൂതയജ്ഞ സ്ഥിര യഥാഹം രാതിസമർപ്പണം മനുഷ്യേതി വർണ്ണോക്ത ഭൃത്യനാമാപി പൂജനം ഭൃത്യനാമാപി പൂജനം. അപ്പൊ 1ാമത്തെ നോക്കാം. ജപം, പഠനം. പാഠനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം പഠിപ്പിക്കൽ എന്നാണ്. അപ്പം ഞാൻ നിങ്ങളെ പാഠനം ചെയ്യിപ്പിക്കുക, പഠിപ്പിക്കുക. ഇപ്പം എവിടെ ആ വാക്ക് കേട്ടാലും മറക്കരുത്. പാഠനം, പഠിപ്പിക്കൽ. ഇത്തരം കാര്യങ്ങൾ ബ്രഹ്മയജ്ഞമാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് എന്താണ് ബ്രഹ്മയജ്ഞം എന്ന് പറയും. പിതൃക്കൾക്കുള്ള തർപ്പണം, ഇപ്പം നമ്മൾ കർക്കിടവാവുലിക്കൊക്കെ തർപ്പണമൊക്കെ ചെയ്യാൻ പോയില്ലേ, അത് പിതൃയജ്ഞമായിട്ട് വരും. കർക്കിടവാവിന് മാത്രമല്ല, പിതൃക്കൾ ഇഹലോകം വിട്ടുപോയ ദിനം കണ്ടെത്തി ആണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അന്നൊക്കെ അത് സ്വവസതിയിൽ നടത്തുന്നതാണ്. അല്ല അമ്പലത്തിലോ
എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ശാന്തിമാരെ കൊണ്ട് കണാകുണ പറയിപ്പിച്ച് ചെയ്യിക്കുന്ന പണിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം വീട്ടിൽ പിതൃയജ്ഞം ചെയ്യുന്നത് നല്ലതാണ്. ദൈവപ്രീതികരമായ എല്ലാ പ്രവൃത്തികളും ഈ പ്രപഞ്ചത്തിൻ്റെ ആരൂഢമായിരിക്കുന്നതാണ് ദൈവങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ബുദ്ധിയും കാഴ്ചയും ഗന്ധവും രുചിയും സ്പർശവും കേൾവിയും ഒക്കെ തരുന്നത്. അത്തരത്തിലുള്ള ദൈവപ്രീതികരമായ എല്ലാ പ്രവൃത്തികളും എന്താണ് ദൈവയജ്ഞമാകുന്നു അഥവാ ദേവയജ്ഞമാകുന്നു. പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുക്കുക അത് നിസ്സാര കാര്യമല്ല. നമ്മുടെ വീട്ടിൽ ഒരുപാട് പക്ഷികൾ വരുന്നുണ്ട്. പൂച്ച, പട്ടി, കോഴി ഇങ്ങനെയുള്ള മൃഗങ്ങളുണ്ട്. അവയ്ക്കെല്ലാം നല്ലതുപോലെ ആഹാരം കൊടുക്കുക അത് ഭൂതയജ്ഞമാകുന്നു. ഉറുമ്പുകൾക്ക് അരി കൊടുക്കുക അത് ഭൂതയജ്ഞത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉറുമ്പുകൾക്ക് അരി കൊടുക്കൽ. അതിഥി ഭൃത്യന്മാർ, ബ്രഹ്മചാരികൾ, ദുഃഖിതർ പ്രധാനപ്പെട്ടാണ് കേട്ടോ. ദുഃഖിതർ ഒരുപാട് പ്രശ്നങ്ങളാൽ ദുഃഖം അനുഭവിക്കുന്നവർ, ഇവരെ കരുതലോടെ നോക്കുന്നതാണ് മാനുഷയജ്ഞം. നമ്മുടെ വീട്ടിൽ വരുന്ന സമയം നോക്കാതെ വരുന്ന ആളാണ് അതിഥി. തിഥി എന്ന് പറഞ്ഞ സമയം. അപ്പൊ അതിഥി എന്ന് പറഞ്ഞാലോ സമയം നോക്കാതെ വരുന്നയാൾ, സന്ദർശകൻ. അവർക്കൊക്കെ കരുതലോടെ അവരെ നമ്മൾ സ്വീകരിക്കുന്നത് മാനുഷയജ്ഞം. ഇവയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇവയൊക്കെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇത് ചെയ്യാൻ മടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ നോക്കാം. വീട്ടിലെ ഭാര്യ, ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളോട് ഒത്തു കഴിയുമ്പോൾ ആ വീട്ടിൽ കഴിയുന്ന സ്ത്രീയുടെ ഒരു നില എന്താണ്? പറഞ്ഞേക്കണു. അവിഛിന്ന പ്രേമഭാജനോ വർത്തതേയത്ര ദമ്പതി സർവകല്യാണ സമ്പന്നം കുലം തദതി പാവനം. അടിയിലത്തെ അവസാനം പറഞ്ഞ വാക്ക് മറക്കണ്ട. കുലം തദതി പാവനം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നിഷ്കളങ്കമായ പ്രണയത്തോടുകൂടി എവിടെ വസിക്കുന്നുവോ, നിഷ്കളങ്കമായ പ്രണയം, കളങ്കമുള്ള പ്രണയം ഉണ്ടായാൽ പറ്റില്ല. പ്രണയത്തിൽ കളങ്കമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ് പ്രണയം പ്രാണനായിരിക്കേണ്ടത്. അല്ലാണ്ട് വഴികളെ പോണ ഒരു പെണ്ണിനെ കണ്ടു, ചക്കനെ കണ്ടു, തമ്മിൽ പ്രണയം, അതല്ല. ഇത് പ്രേമം. പ്രണയം എന്ന് വെച്ചാൽ പ്രാണനായിരിക്കുക. അങ്ങനെ എവിടെ പ്രാണനായിരിക്കുന്നുവോ അവിടം സകല ഐശ്വര്യ സമ്പൂർണവും പുണ്യം നിറഞ്ഞതുമായ കുടുംബമായിരിക്കും. ആ കുടുംബത്തിന് നല്ല പുണ്യം ഉണ്ടാകും എന്ന് മറക്കണ്ട, ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ ഗുണം മാഷേ എന്നൊക്കെ എന്നോട് ചോദിച്ചാലും, ഓ ആചാര്യനാണല്ലോ ഇരിക്കണത്, അപ്പൊ എന്താ അതിനുള്ള ഗുണം സമാചരൻ വാഞ്ചിതമേന്യേ സർവം നിരന്തരാനന്ദ പരമ്പരയാതി. എന്താ ഗുരു സ്വാമി പറഞ്ഞത്? എന്താ ഗുരുവാണ്, അല്ലാണ്ട് നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനല്ല പറഞ്ഞത്. ഗുരു മനുഷ്യനിൽ നിന്ന് ഗുരുവിലേക്കുള്ള ദൂരം വളരെ വലുതാണെന്ന് അറിയണം. നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്, അസാധാരണ മനുഷ്യരാണ്. അവരിൽ നിന്നെല്ലാം ഗുരുവിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സർവം നിരന്തരാനന്ദപരം പ്രയാതി. നിരന്തരമായ ആനന്ദം ഉണ്ടാവും, സംശയമൊന്നും വേണ്ട. മേളിൽ പറഞ്ഞ പഞ്ചമഹായജ്ഞങ്ങളെല്ലാം ചെയ്താൽ, ജീവിച്ചാൽ സർവ ആഗ്രഹങ്ങളെയും പ്രാപിച്ചിട്ട്, ഇങ്ങനെ ജീവിക്കുന്ന ആൾ എന്താഗ്രഹിക്കണോ അത് സാധിച്ചിട്ട് നിത്യമായ മോക്ഷത്തിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കണം. മോക്ഷമൊക്കെ ഇവിടെ തന്നെയാണ്. നിത്യാനന്ദമായ, പാരമാർത്ഥികമായ, സത്യാത്മകമായ, പ്രകാശാത്മകമായ, ദുഃഖങ്ങളില്ലാത്ത, അല്ലലുകളും അലട്ടലുകളും സമ്മർദ്ദങ്ങളുമില്ലാത്ത ജീവിതമാണ് ഇവിടെ പറഞ്ഞ നിത്യാനന്ദപരമായ പ്രയാതി ജീവിതം.
അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകാൻ താല്പര്യമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നവർ. കഴിഞ്ഞ 29 ദിവസങ്ങളായി ഇത് കേൾക്കുകയാണ്, എഴുതിയെടുക്കുകയാണ്, പഠിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇനി ഇത് ജപിക്കണം. ജപിക്കുന്ന പറയുമ്പോൾ തന്നെയോട് മന്ത്രം ജപിക്കുന്ന കാര്യം ചിന്തിക്കല്ലേ കേട്ടോ. വായിക്കണം. ജപം ഒരു വായനയാണ്. ജപിക്കുക എന്ന് വെച്ചാൽ നാരായണൻ ജപിക്കുകയല്ല, അത് ഒരു പാരായണമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കഴിയാമെങ്കിൽ നമുക്ക് ഒരു ജപത്തോടെ ഇന്നത്തെ വർത്തമാനം അവസാനിപ്പിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും സംശയ നിവൃത്തികളും ഒക്കെയായി മുന്നോട്ട് പോകാം. ഓക്കെ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണായ നമ. സകല സന്താപനാശന, എല്ലാ ദുഃഖങ്ങളും നമ്മുടെ വെറുക്കുന്നയാളാണ് പ്രപഞ്ച വിധാതാവായ നരനാരായണൻ എന്ന് മനസ്സിലാക്കി നാരായണായ നമ. സർവം ശ്രീ നാരായണേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. യാത്ര പറയുന്നു. വീണ്ടും സുമുഖമായ സുശീലമായ മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി കാത്തുകൊണ്ട് യാത്ര പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നമസ്കാരം.